ഹലോ ഗൈസ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിനൊക്കെ നേരം വേണമല്ലോ, ഇപ്പോൾ എത്രയാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തില്ലാതിയാണ്ട് ഇവിടെ ഒന്ന് കൊഴിഞ്ഞാടാനോ അല്ലെങ്കിൽ ഒലിച്ചു പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വീഡിയോ എടുത്തൊക്കെ ഇവിടെ പെരയിൽ ഒന്നാണ്ട് ഇങ്ങനെ വോയിസ് ഇടലേക്കാറ് കേട്ടോ. മറ്റേ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒച്ചയും പുള്ളി ഉണ്ടാക്കിയാണ്ട് അങ്ങനത്തെ ഇപ്പം നമുക്ക് പരിചയമുള്ള കടയാണെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഒരു പോക്കോ F1 പറ്റി, പോക്കോ F1 അറിയില്ല നമുക്ക്, അതിനെ പറ്റിയൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഇട്ടീന്. ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഫുൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കഴിയുന്ന പോലത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ അല്ലാതെ ഒരു ഡീറ്റെയിലിംഗ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഇവിടെയുള്ള ഓട്ടനെ കുറിച്ചൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ആവശ്യം ഇപ്പോൾ അല്ല, ഈ ഒരു കാലത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമല്ല. നമുക്ക് ഈ കാലത്ത് ഇപ്പോൾ അതങ്ങനെ ഉണ്ട്, മെച്ചപ്പാടാണോ അല്ലെങ്കിൽ ഒച്ചപ്പാടാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ല, പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഗതികൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പോക്കോ F1 പറ്റി ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ലെജൻഡറി ഐറ്റം, 2018 അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സാധനം, ഒരു മൊബൈൽ ഫോൺ അന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം 20,000 21,000 തോന്നുന്നത് 6GB 64GB ആ ഒരു വേരിയൻറ്റിന്. സ്റ്റാർട്ടിങ് പ്രൈസ് 21,000 തോന്നുന്നു. പോക്കോ F1 സ്റ്റാർട്ടിങ് പ്രൈസ് 21,000 റുപ്യാണ് തോന്നുന്നത് ഇന്ത്യയിൽ ഇവിടെ ഇറങ്ങിയപ്പോഴേ. അപ്പോൾ അന്ന് സ്നാപ്ഡ്രാഗൺ 845 ഫുൾ HD+ ഡിസ്പ്ലേ, 4000 mAh ബാറ്ററി, ഇങ്ങനത്തെ ഈ ഒരു സംഗതി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോണിന് വേണ്ടി, അന്നത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോണിന് വേണ്ടി സംഗതികളൊക്കെ ആയിട്ട് 21,000 റുപ്യക്ക് ഒരു സാധനം വരാമെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പിന്നെ വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങും. അജ്ജാതേന് എന്നാൽ അങ്ങനെ വന്നാൽ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നാൽ, ഇപ്പോൾ ഈ കുറഞ്ഞ വിലക്കൊക്കെ വലിയ പ്രൊസസ്സറും ക്യാമറയൊക്കെ വെച്ച് വന്നാൽ ചിലപ്പോൾ ആ കാലത്ത് നല്ല ഇപ്പോൾ മൊത്തത്തിലൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ടേന്. പോക്കോ പൊട്ടിത്തെറിച്ച് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഇല്ലാതെ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടില ഐറ്റായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. 2018 ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ് ഇപ്പോൾ ഈ സ്നാപ്ഡ്രാഗൺ 845 പറയുന്നത്. അതാണ് ഇപ്പോൾ 21 റുപ്യക്ക് തരാൻ അറിയണത്. 2018 ഇപ്പോൾ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ പറയുന്നത് സാംസങ്ങിൻ്റെ S9 ഒക്കെയാണ് ആൻഡ്രോയിഡിൽ. അതിലിപ്പോൾ എക്സിനോസിൻ്റെ 9810 അറിയുന്ന ചിപ്സെറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു ചിപ്സെറ്റേക്കാണ് ഇപ്പോൾ ഈ സ്നാപ്ഡ്രാഗൺ 845 അറിയണത്. സാംസങ്ങിൻ്റെ S9 സീരീസിൽ ഇപ്പോൾ പോക്കോ F1 ഇപ്പോൾ എന്താ കയറുക, ഡിസ്പ്ലേ ക്ലാരിറ്റി അതിൻ്റെ പിക്സലൊക്കെ കൂടും. പിന്നെ IP68 ഡസ്റ്റാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് സംവിധാനം ഉണ്ടാവും. ഇപ്പോൾ S9 ഒരു പോർട്രേറ്റ് ക്യാമറ 2x സൂം ഉണ്ടാവും. വെള്ളത്തിലിട്ടതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വാട്ടർ പ്രൂഫ് അല്ലല്ലോ, വാട്ടർ റെസിസ്റ്റൻ്റ് സംവിധാനമല്ലേ, അതിനെണ്ണി കൊടുക്കും വേണ്ടേ. S9 സീരീസിനൊക്കെ ഇപ്പം അന്ന് സ്റ്റാർട്ടിങ് പ്രൈസ് എത്ര, 70-80 എന്തായാലും 60-ൻ്റെ മുകൾക്ക് എന്തായാലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ സാംസങ് അറിയണപ്പോൾ ഒരു ബ്രാൻഡാണ്, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. അതിൽ നമ്മൾ കുയിന്തും കണ്ണുകടി കാട്ടിയിട്ടൊന്നും കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-20 റുപ്യക്ക് അന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ്. പ്രൊസസ്സറിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 50 റുപ്യ നമുക്ക് ലാഭം. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാണ്ടാക്കുക എന്താ വെച്ചാൽ 12 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറുണ്ട്, 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണുള്ളത്. പിന്നെ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. ഏത് ബാക്ക് ക്യാമറ ഉണ്ട്. സെൽഫിയിൽ 1080p റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടണത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ ഫോണിൽ കിട്ടുന്ന സംഗതിയാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തേക്ക് പറ്റുമോ എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ഞാൻ അപ്പോൾ തന്നെയാണ് കാണിച്ചത്. തുറന്നാണ് ഓപ്പൺ ആക്കിയാണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാണ്. ഇതാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലെവൽ അറിയണത്. പിന്നെ ഒരു മാക്സിമം സൂമിൽ നമ്മൾ പിടിച്ചാൽ ഒരു 8x സൂമൊക്കെയാണ് കിട്ടുക. സൂമിലെടുത്താലും നല്ല ക്ലാരിറ്റി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫോണില്ലാത്തപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിലും നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് എടുത്ത് നോക്കിക്കാണ്ടേ സംഗതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പോർട്രേറ്റ് ക്യാമറ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരങ്ങോട്ട് ഷൂട്ട് ചെയ്യലില്ല. പിന്നെ എന്താ പറയേണ്ടത് അറിയില്ല, ഈ ഒരു ലെവലാണ് സംഗതി. പിന്നെ ഇപ്പോൾ നേരത്തെ ചോദിച്ച മാതിരി ഇപ്പോഴത്തെ കാലത്തേക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാലേ, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമുക്കൊരു വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനത്തേനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഒരു 5 കൊല്ലം പറഞ്ഞ ഫോൺ ഇപ്പോൾ വാങ്ങുക അല്ലെങ്കിൽ ഉപയോഗിച്ചാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇത്രത്തോളം ആണോ ഇപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗ്യാരണ്ടീൻ്റെ കാര്യമാണെങ്കിലും വാറണ്ടീൻ്റെ കാര്യമാണെങ്കിലും. പിന്നെ ഇപ്പോൾ ഒരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റിയൊരു മുന്തിയ ഐറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ സെക്കൻഡറി ആണെങ്കിലും ഫസ്റ്ററി ആണെങ്കിലും
പ്രൈമറി ആണെങ്കിലും സംഗതി അതാണ് നിന്ന് പോയിക്കോളും. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 5-10 കൊല്ലമൊക്കെ നിന്നോളും. പക്ഷെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഇപ്പോൾ, ഗ്യാരണ്ടി ഇപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ. സംഗതി വേണമെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു 5-10 കൊല്ലമൊക്കെ നിന്നോളും. സംഗതി എന്താ വെച്ചാൽ തീരെ ആയുസ്സില്ലാത്ത കുടുംബത്തിൻ്റെ ഏറ്റവും നല്ലൊരു ആയുസ്സുള്ള ഐറ്റാണ് ഇപ്പോൾ ഇത്. ഏറ്റവും ദീർഘായുസ് കൂടിയ ഐറ്റാണ്. അപ്പോൾ സംഗതി നിന്നിട്ട് പോയിക്കോളും. പിന്നെ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരിയൊക്കെ തന്നെയാണ്. പിന്നെന്താ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണേ അല്ലപ്പോൾ മാണ്ടി